Hello friends, welcome to SATS India Institution Class 11 Accountancy Chapter 3 Recording of Transactions Part 50. നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ആണ്. എങ്ങനെയാണ് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് കൂടി പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഈ ജേണൽ എൻട്രീസ് കംപ്ലീറ്റ് ആവുക. സോ ഇത് നന്നായിട്ട് നിങ്ങൾ നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക് ജേണൽ എൻട്രി. നമ്മൾ ആദ്യം തന്നെ ബാങ്കിലേക്ക് ക്യാഷ് കൊണ്ടുവന്ന് ഇടുകയാണ്. ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇത് ഏത് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഇത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണോ? ക്യാഷ് എന്നൊരു വാക്കുള്ളത് കൊണ്ട് ഇത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ഒരു അക്കൗണ്ട് എന്താണ്? ക്യാഷ് അക്കൗണ്ടാണ്. ഓക്കെ. ഇനി രണ്ടാമത്തെ അക്കൗണ്ട് ഈ ട്രാൻസാക്ഷൻ വായിക്കുമ്പോൾ അത് എവിടെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? ബാങ്കിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടാണ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടാണ്. ഓക്കെ. ക്യാഷ് എന്ന് പറയുന്നത് നമ്മുടെ 5 ടൈപ്പ് ഓഫ് അക്കൗണ്ടിൽ ഏത് കാറ്റഗറി വേണ്ടി നോക്കണം. നമുക്ക് 5 ഏതൊക്കെയാണെന്ന് അറിയാം. അസറ്റ് ഉണ്ട്, ലൈബിലിറ്റി ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, റവന്യൂ ഉണ്ട്. ഓക്കെ. ഇതിനകത്ത് ഏതാണ് ക്യാഷ്? നമുക്കറിയാം അസറ്റാണ്. സോ ക്യാഷ് ഈസ് അസറ്റ്. Similarly, bank is also an asset. ഇനി ആലോചിക്കാം, നമ്മുടെ ബിസിനസ്സിൽ നിന്നും ക്യാഷ് നമ്മൾ കൊണ്ടുവന്ന് എവിടെ ഇടുകയാണ്? ബാങ്കിലിടുകയാണ്. ദിസ് ഈസ് അവർ ബാങ്ക്. സോ ബിസിനസ്സിൽ ഉണ്ടായിരുന്ന ക്യാഷ് കുറയും, ബാങ്കിലെ ക്യാഷ് എന്ത് ചെയ്യും? കൂടും. സോ ദിസ് ഈസ് ഡിക്രീസിങ് ആൻഡ് ദിസ് ഈസ് ഇൻക്രീസിങ്. ക്ലിയർ? And our rule, debit rule അനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്ന അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സോ ദിസ് ഈസ് ഡെബിറ്റ്. ക്ലിയർ? ഡിക്രീസ് ചെയ്യുന്ന അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ദിസ് ഈസ് ക്രെഡിറ്റ്. ക്ലിയർ? ഇതാണ് അമേരിക്കൻ അപ്രോച്ച് അനുസരിച്ചുള്ള നമ്മുടെ റൂള്. ഇൻക്രീസിങ് അസറ്റ് ഡെബിറ്റ്, ഡിക്രീസിങ് അസറ്റ് എന്താണ്? ക്രെഡിറ്റ്. ക്ലിയർ? ഓക്കെ. ഇനി നമ്മൾ റിയൽ അക്കൗണ്ട് റൂൾ, അതായത് പേഴ്സണൽ അക്കൗണ്ട് റിയൽ അക്കൗണ്ട് റൂൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ, റിയൽ അക്കൗണ്ട് റൂൾ അനുസരിച്ച് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. പുറത്തേക്ക് പോകുന്നതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ക്യാഷ് പുറത്തേക്ക് പോകുന്നു, അങ്ങനെ ക്രെഡിറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ പിന്തുടരുക. ബാങ്ക് എന്നുള്ളത് പേഴ്സണൽ അക്കൗണ്ടാണ്. പേഴ്സണൽ അക്കൗണ്ട് റൂൾ അനുസരിച്ച് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗീവർ. വാങ്ങുന്നയാളെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ബാങ്കാണ് ഈ പൈസ വാങ്ങുന്നത്, ബാങ്കിന് എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ആ റൂള് ഗോൾഡൻ പ്രിൻസിപ്പിൾ പിന്തുടരുന്നവർ അങ്ങനെ ചിന്തിക്കാം. അമേരിക്കൻ അപ്രോച്ച് പിന്തുടരുന്നവർ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്, ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ്. അപ്പോൾ വാട്ട് ഈസ് ജേണൽ എൻട്രി? ജേണൽ എൻട്രി നമ്മൾ ബാങ്കിൽ കൊണ്ട് ഈ പൈസ ഇടുമ്പോൾ ബാങ്കിൽ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു എന്താണ്? ക്യാഷ്. സോ ദ ജേണൽ എൻട്രി ഈസ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു cash account. Clear? Okay? Yes. So bank account നമ്മൾ ഡെബിറ്റ് ചെയ്യുക, ക്യാഷ് അക്കൗണ്ട് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ബാങ്കിൽ നിന്ന് ക്യാഷ് എടുക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇട്ടു, ഇനി നമ്മൾ എടുത്തു. ബിസിനസ്സിൻ്റെ ഓണറാണ് ബാങ്കിൽ നിന്നും ക്യാഷ് എടുക്കുന്നത് എന്ന് വിചാരിക്കാം. അപ്പോൾ അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എടുത്തതെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ഒരു ട്രാൻസാക്ഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. ക്യാഷ് വിഡ്രോവൽ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ് ജേണൽ എൻട്രി. അപ്പോൾ ആദ്യം നമുക്ക് ക്യാഷ് വിഡ്രോവൽ ഫ്രം ബാങ്ക് ഇതിൻ്റെ ജേണൽ എൻട്രി നോക്കാം, പിന്നീട് പേഴ്സണൽ യൂസിൻ്റെ നോക്കാം. ക്യാഷ് വിഡ്രോവൽ ഫ്രം ബാങ്ക് എന്ന് പറയുമ്പോൾ ഇവിടെ 2 അക്കൗണ്ടിൽ ഒരു അക്കൗണ്ട് എന്താണ്? ക്യാഷ്, ഒരു അക്കൗണ്ട് എന്താണ്? ബാങ്ക്. അപ്പോൾ ബാങ്കിൽ നിന്നും ക്യാഷ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലെ ക്യാഷ് കൂടുന്നു, ഓക്കെ, ബാങ്കിലെ ക്യാഷ് കുറയുന്നു. അപ്പോൾ ഇൻക്രീസിങ് അസറ്റ് ഡെബിറ്റ്, ഡിക്രീസിങ് അസറ്റ് ക്രെഡിറ്റ്. സോ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, ബാങ്ക് അക്കൗണ്ട് എന്താണ്? ക്രെഡിറ്റ്. ക്ലിയർ? ഓക്കെ. എന്നാൽ അത് പേഴ്സണൽ യൂസ് ആവുന്നു. പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സണൽ യൂസ് നമുക്കറിയാം ഡ്രോയിങ്സ് അക്കൗണ്ടിലാണ് എഴുതേണ്ടത്. പേഴ്സണൽ യൂസ് എന്താണ്? ഡ്രോയിങ്സ്. ക്ലിയർ? അപ്പോൾ ക്യാഷ് നമ്മളിവിടെ നിന്ന് എടുക്കുന്നു, ബാങ്കിൽ നിന്ന് എടുക്കുന്നു, പക്ഷെ അതെവിടെയാണ്? പേഴ്സണൽ യൂസിനാണ്. ഇപ്പോൾ ഡ്രോയിങ്സ്, ഇപ്പോൾ 3 അക്കൗണ്ടിൽ ഏതൊക്കെ എടുക്കും? അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ബാങ്കിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ക്യാഷ് എടുക്കുന്നത്, പക്ഷെ അത് പേഴ്സണൽ യൂസിനാണ്.
അപ്പോൾ നമുക്ക് ബാങ്ക് അക്കൗണ്ടും ഡ്രോയിങ്സ് അക്കൗണ്ടുമാണ് എടുക്കേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ വൺ ഓഫ് ദ അക്കൗണ്ട് ഈസ് ബാങ്ക് അക്കൗണ്ട്, അനദർ അക്കൗണ്ട് ഈസ് ഡ്രോയിങ് അക്കൗണ്ട്. ക്ലിയർ? ഈ ഡ്രോയിങ്സ് നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്? ബാങ്ക് അസറ്റ് ആണ്, മനസ്സിലായി. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ബിസിനസ്സിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ക്യാപിറ്റലിൽ നിന്ന് കുറയും. സോ ക്യാപിറ്റൽ, നമ്മൾ മുടക്കിയ പൈസയിൽ നിന്ന് എടുത്തതായിട്ട് പരിഗണിക്കണം. ഇപ്പോൾ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റലായിട്ട് പരിഗണിക്കണം. ഇപ്പോൾ ഡ്രോയിങ്സ് കൂടുന്തോറും ക്യാപിറ്റൽ കുറയും. നമ്മൾ ബിസിനസ്സിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോകും, അപ്പോൾ ക്യാപിറ്റൽ ഡിക്രീസസ്. സിമിലാർലി ബാങ്കിൽ നിന്ന് നമ്മൾ പൈസ എടുക്കുമ്പോൾ ബാങ്കിലെ അസറ്റും ഡിക്രീസസ്. നമ്മുടെ ഡെബിറ്റ് റൂൾ അനുസരിച്ച്, ഡെബിറ്റിൻ്റെ റൂൾ അനുസരിച്ചിട്ട് പറയുകയാണെങ്കിൽ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗീവർ. ഇപ്പോൾ ബാങ്ക് നമുക്ക് തരുന്നു, ഇപ്പോൾ ബാങ്കിന് നമുക്ക് എന്ത് ചെയ്യാം? ക്രെഡിറ്റ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഡെബിറ്റ്. അങ്ങനെ ഒരു മെത്തേഡ്. അമേരിക്കൻ അപ്രോച്ച് അനുസരിച്ചാണെങ്കിൽ ഇൻക്രീസിങ് അസറ്റ് ഡെബിറ്റ്, ഡിക്രീസിങ് അസറ്റ് ക്രെഡിറ്റ്. അപ്പോൾ ഡിക്രീസിങ് അസറ്റ് ബാങ്കാണ്, അപ്പോൾ തന്നെ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ഇനി എന്താണ് ഡിക്രീസിങ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? എന്താണ്? ഡെബിറ്റാണ്. ഇൻക്രീസിങ് അസറ്റ്, ഇൻക്രീസിങ് എക്സ്പെൻസ് ഡെബിറ്റ്, ബാക്കിയെല്ലാം ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റാണ്. സോ ദി ജേണൽ എൻട്രി ഇസ് ഡ്രോയിങ്സ് അക്കൗണ്ട് അപ് ടു ബാങ്ക്. സോ ഡ്രോയിങ്സ് അക്കൗണ്ട് അപ് ടു ബാങ്ക് എന്നാണ് നമുക്ക് ജേണൽ എൻട്രി വരുന്നത്. സോ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു എന്താണ്? ബാങ്ക് അക്കൗണ്ട്. ക്ലിയർ? ഓക്കെ, സോ ദിസ് ഇസ് ദി ജേണൽ എൻട്രി. ഇനി നമുക്ക് വേഗം പറയാം. നെക്സ്റ്റ് ജേണൽ എൻട്രി ഫോർ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഫ്രം ബാങ്കിൽ നിന്ന് നമുക്ക് എന്താണ്? ഇൻട്രസ്റ്റ് കിട്ടി. ജേണൽ എൻട്രി ഇസ് ബാങ്ക് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ്. ഹൗ? എങ്ങനെയാണ് നമുക്ക്? ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ ഒരു അക്കൗണ്ട് ഇൻട്രസ്റ്റും ഒരു അക്കൗണ്ട് എന്താണ്? ബാങ്കും. ബാങ്ക് എന്ന് പറയുന്ന അസറ്റാണ്, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റവന്യൂ ആണ്, വരുമാനമാണ്. അപ്പോൾ ബാങ്കിൽ ബാങ്ക് നമുക്ക് ഇൻട്രസ്റ്റ് തരാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവിക 10,000 രൂപ നിങ്ങൾ ബാങ്കിലിട്ടു, 100 രൂപ ബാങ്ക് നമുക്ക് തന്നു കഴിഞ്ഞാൽ 10,100 രൂപയായി. അപ്പോൾ ബാങ്കിലെ അസറ്റ് എന്താണ്? കൂടി, നമ്മുടെ വരുമാനവും കൂടി. സോ ജേണൽ എൻട്രി എന്താണ്? ഇൻക്രീസിങ് അസറ്റ് ഡെബിറ്റ്, സോ ബാങ്കിനെ ഡെബിറ്റ് ചെയ്യുക. ഇൻക്രീസിങ് റവന്യൂ ക്രെഡിറ്റ്, സോ ഇൻട്രസ്റ്റ് ഇൻകത്തിനെ ക്രെഡിറ്റ് ചെയ്യുക. ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ഇൻകം. ക്ലിയർ? നെക്സ്റ്റ് വൺ ജേണൽ എൻട്രി ഫോർ ബാങ്ക് സർവീസ് ചാർജ്. ബാങ്ക് സർവീസ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാങ്ക് നമുക്ക് വേണ്ടി ഇലക്ട്രിസിറ്റി ബില്ലടിക്കുക, അല്ലെങ്കിൽ വാട്ടറിൻ്റെ ബില്ലടിക്കുക. അപ്പോൾ ബാങ്ക് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുക്കും. സ്വാഭാവികമായിട്ട് നമ്മുടെ ബാങ്കിലെ പൈസ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒന്ന് ബാങ്ക് സർവീസ് ചാർജ്. അത് നമ്മളെ സംബന്ധിച്ച് ഒരു എക്സ്പെൻസ് ആണ്. ദിസ് ഈസ് ആൻ എക്സ്പെൻസ്. എല്ലാ എക്സ്പെൻസും നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇൻക്രീസിങ് എക്സ്പെൻസ് എന്താണ്? ഡെബിറ്റ്. ബാങ്കിൽ നമ്മൾ പൈസ കുറയും. നമ്മളിൽ 1000 രൂപ ഉണ്ടായിരുന്നു, അവർ 100 രൂപ ചാർജ് ചെയ്തു. അപ്പോൾ ബാക്കി ഇനി 900 ഉള്ളൂ. അപ്പോൾ ബാങ്കിൽ എന്ന് പറഞ്ഞ അസറ്റ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഡിക്രീസിങ് അസറ്റ് ക്രെഡിറ്റ്. ക്ലിയർ? സോ ഇൻക്രീസിങ് എക്സ്പെൻസ് ഡെബിറ്റ്. അങ്ങനെയാണ് ബാങ്ക് സർവീസ് ചാർജ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് കസ്റ്റമർ ചെക്ക് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് ജേണൽ എൻട്രി. കസ്റ്റമർ, അതായത് നമ്മുടെ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് ആ ചെക്ക് കിട്ടി, ആ ചെക്ക് നമ്മൾ എന്താണ്? ബാങ്കിൽ കൊണ്ടുപോയിട്ടു. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പൈസ തരാനുള്ള ആൾ പൈസ തരാണ്ട് ചെക്ക് തരുമ്പോൾ നമ്മളത് ബാങ്കിൽ കൊണ്ടിടുമ്പോൾ ബാങ്കിൽ എന്താണ്? പൈസ കയറിയാണ്. സോ ബാങ്ക് എന്ന് പറഞ്ഞ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഇൻക്രീസിങ് അസറ്റ് നമ്മളെന്താണ്? ഡെബിറ്റ്. പൈസ തരാനുള്ള ആളെ നമ്മൾ അക്കൗണ്ട് റിസീവബിൾ എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ അയാളുടെ പേര് പറയുന്നത്. അയാൾ പൈസ തരാനുണ്ടായിരുന്നു, അപ്പോൾ അസറ്റായിരുന്നു. അയാൾ പൈസ തന്നു, അപ്പോൾ അസറ്റ് കുറഞ്ഞു. സോ ഡിക്രീസിങ് അസറ്റ് ക്രെഡിറ്റ്. ക്ലിയർ? ബാങ്ക് അക്കൗണ്ട് ടു അക്കൗണ്ട്സ് റിസീവബിൾ ഓർ ആളുടെ പേര് പറയാം. കസ്റ്റമർ ചെക്ക് റിസീവ്ഡ് ബട്ട് നോട്ട് ഡെപ്പോസിറ്റഡ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കസ്റ്റമർ നമുക്ക് ചെക്ക് തന്നു, പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഇട്ടിട്ടില്ല. ചെക്ക് നമുക്ക് തരുമ്പോൾ നോർമലി നമുക്ക് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചെക്ക് നമുക്ക് വരുമ്പോൾ ക്യാഷ് നമുക്ക് കിട്ടി. ഇപ്പോൾ ക്യാഷ് അസറ്റ്, ക്യാഷ് ഇൻക്രീസ് ചെയ്തു, ഡെബിറ്റ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. ഇനി ആരാണ് നമുക്ക് പൈസ തന്നത്? കസ്റ്റമറാണ്. കസ്റ്റമർ ആരായിരുന്നു? നമുക്ക് പൈസ തരാനുള്ള ആൾ, അതായത് നമ്മൾ ഡെപ്റ്റർ, അസറ്റ് ആയിരുന്നു. അപ്പോൾ അസറ്റ് കുറഞ്ഞു. അപ്പോൾ കസ്റ്റമറിൻ്റെ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? അസറ്റ് കുറയുന്നത് കൊണ്ട് കസ്റ്റമറിൻ്റെ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. കസ്റ്റമർ പേര് എഴുതാം, അല്ലെങ്കിൽ അക്കൗണ്ട് റിസീവബിൾ എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ? സോ രണ്ടാമത് കസ്റ്റമർ ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് ഡിസോണഡ്. അതായത് കസ്റ്റമർ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന എൻട്രി ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് എങ്ങനെയാണെന്നുള്ളത്. ഇനി കസ്റ്റമറുടെ ചെക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തത്
എന്ത് സംഭവിച്ചു, അത് റിട്ടേൺ ആയി. അതായത് ബാങ്കിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് കസ്റ്റമർ നമ്മളെ പറ്റിച്ചു എന്ന് വിചാരിക്കും. കസ്റ്റമറുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടായില്ല, പക്ഷെ നമുക്ക് ചെക്ക് തന്ന് പറ്റിച്ചു. അപ്പോൾ നമ്മൾ ആ ചെക്ക് കൊണ്ടുപോയി ബാങ്കിലിട്ടപ്പോൾ എന്ത് സംഭവിച്ചു, പൈസ ഇല്ലാത്തതുകൊണ്ട് ബാങ്ക് അത് മടക്കി. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കസ്റ്റമർ ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് എന്താണ് ഡിസോണേഡ്. ഇതെങ്ങനെയാണോ ചെയ്യണേ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ സിറ്റുവേഷൻ ആലോചിക്കാം. കസ്റ്റമർ നമുക്ക് ചെക്ക് കൊണ്ട് ചെക്ക് തന്നു. അപ്പോൾ ചെക്ക് തരുമ്പോൾ എൻട്രി എന്ന് പറഞ്ഞാൽ ക്യാഷ് കൂടി. അപ്പോൾ ക്യാഷ് ഡെബിറ്റ് ചെയ്യുക, കസ്റ്റമർ എന്ത് ചെയ്യുക, കസ്റ്റമർ ക്രെഡിറ്റ്. ക്ലിയർ? ഇതാണ് ഒന്നാമത്തെ സിറ്റുവേഷൻ. രണ്ടാമത്തെ സിറ്റുവേഷൻ, നമ്മൾ ആ ചെക്ക് ബാങ്കിൽ കൊണ്ടിട്ടു. അപ്പോൾ ബാങ്കിൽ ക്യാഷ് കൂടി, ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ഇൻക്രീസ് ചെയ്ത് അസറ്റ് ഇൻക്രീസ് ചെയ്ത് ഡെബിറ്റ്. നമ്മുടെ കയ്യിലെ ക്യാഷ് കുറഞ്ഞുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് എന്താണ് ക്രെഡിറ്റ്. ഇതാണ് നോർമലി സംഭവിക്കുന്നത്. മൂന്നാമത്തെ കേസാണിത്. അതായത് ബാങ്കിൽ കൊണ്ട് ഇട്ട ക്യാഷ് ഇട്ട ചെക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് പണിഞ്ഞു. അപ്പോൾ നമ്മൾ റിവേഴ്സ് ഉണ്ട്. ബാങ്കിലിട്ട എൻട്രി എന്ത് ചെയ്യണം, നമ്മൾ റിവേഴ്സ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ 2 എൻട്രിയും ഒരു ദിവസമാണ് സംഭവിച്ചത്. ഞങ്ങളുടെ ആലോചിക്കുക, ഈ രണ്ടും ഒരു ദിവസമാണ് സംഭവിക്കുകയാണെങ്കിൽ ഇവിടെ ക്യാഷ് ഡെബിറ്റ് ഉണ്ട്, ക്യാഷ് ക്രെഡിറ്റ് ഉണ്ട്, 2 വെട്ടിപ്പോവും. പിന്നെ ഇത് 2 കൂടി ചേർത്ത് എഴുതുകയാണെങ്കിൽ എൻട്രി എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്, അതുപോലെ കസ്റ്റമർ അക്കൗണ്ട് ക്രെഡിറ്റ്. ഇതാണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്. അതായത് ക്യാഷ് ഡെബിറ്റും ക്യാഷ് ക്രെഡിറ്റും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു കസ്റ്റമർ അക്കൗണ്ട്. ഇവിടെ കസ്റ്റമർ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തത് ഡിസോണർ ആയി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റിവേഴ്സ് എൻട്രി, തിരിച്ച് എൻട്രി ഇടണം. അപ്പോൾ എന്താ പറയുക, കസ്റ്റമർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ക്ലിയർ? എന്താണ് അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്കിൽ പൈസ ഇല്ല, വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ വന്നെന്നുള്ളതാണ് ഇൻക്രീസ് ചെയ്ത് ഡെബിറ്റ് ചെയ്തത്. വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അസറ്റാണ് ഡിക്രീസിങ് അസറ്റ് ക്രെഡിറ്റ്. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ തന്നിട്ടില്ല, അപ്പോൾ നമുക്ക് പൈസ തരാനുള്ള ആളാണ് നമ്മുടെ അസറ്റായിട്ട് മാറുകയാണ്. ഇൻക്രീസിങ് അസറ്റ് എന്താണ് ഡെബിറ്റ്. അപ്പോൾ കസ്റ്റമറും ബാങ്കും തമ്മിലുള്ള എൻട്രിയാണ് നമ്മളപ്പോൾ ഇടേണ്ടത്. ക്ലിയർ? നെക്സ്റ്റ് ഈസ് ചെക്ക് ഇഷ്യൂഡ് ടു എ പേഴ്സൺ. നമ്മളൊരു ആൾക്ക് ചെക്ക് കൊടുക്കുക. എപ്പോഴാണ് നമ്മളൊരാൾക്ക് ചെക്ക് കൊടുക്കുക എന്ന് പറയുന്നത്, നമ്മൾ ആർക്കെങ്കിലും സപ്ലയറിന് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ പൈസക്ക് പകരം ചെക്ക് കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ബിസിനസ് നടത്തുകയാണ്. നിങ്ങൾ ബാംഗ്ലൂർ പോയിട്ട് 1 ലക്ഷം രൂപയുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. ഒരു പക്ഷേ ടെക്സ്റ്റൈൽ ബിസിനസ് ആണെങ്കിൽ 1 ലക്ഷം രൂപയുടെ ടെക്സ്റ്റൈൽസ് തുണികൾ പർച്ചേസ് ചെയ്തു. പൈസ കൊടുത്തില്ല, പകരം ചെക്ക് കൊടുത്തു. ചെക്ക് നമ്മൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കണം, നമ്മുടെ ബാങ്കിൽ നിന്ന് അത് ചെക്ക് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ക്യാഷ് കിട്ടും. നമ്മുടെ ബാങ്കിലെ അസറ്റ് കുറയുകയാണ്. ഓക്കെ, നമ്മൾ ഒരാൾക്ക് ചെക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് അയാൾ പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ ആ പേഴ്സൺ എന്ന് പറയുന്നത് നമ്മുടെ ലൈബിലിറ്റിയാണ്. നമ്മൾ ചെക്ക് കൊടുക്കുന്നതോടെ അയാളുമായിട്ടുള്ള ലൈബിലിറ്റി ഇല്ലാണ്ടാവുകയാണ്. അയാൾക്ക് പൈസ കൊടുക്കാനുണ്ട്, ചെക്ക് കൊടുത്തു, പൈസ കൊടുക്കാനില്ലെങ്കിൽ അപ്പോൾ ലൈബിലിറ്റി ഡിക്രീസസ്. അപ്പോൾ പേഴ്സൺസ് അക്കൗണ്ട് ലൈബിലിറ്റി ഡിക്രീസസ്. സോ ഡിക്രീസിങ് അസറ്റ് ക്രെഡിറ്റ്, ഡിക്രീസിങ് ലൈബിലിറ്റി ഡെബിറ്റ്. ക്ലിയർ ആണോ? സോ ദി ജേണൽ എൻട്രീസ് പേഴ്സണൽ അക്കൗണ്ട് ഇതിന് ഡെബിറ്റ് ചെയ്യണം, ബാങ്കിന് നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ? സോ ദി ജേണൽ എൻട്രീസ് പേഴ്സൺ അക്കൗണ്ട്, ഏത് പേഴ്സൺ ആണോ അയാളുടെ അക്കൗണ്ട്, അയാളുടെ പേര് എഴുതണം. അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്. റീസൺ ആലോചിച്ച് നോക്കൂ, ബാങ്കിൽ നിന്ന് അയാൾ പൈസ എടുക്കുന്നു, അപ്പോൾ ബാങ്കിൽ അസറ്റ് കുറയുന്നു, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു. നമ്മൾ അയാൾക്ക് പൈസ കൊടുക്കാനുണ്ടായിരുന്നു, നമ്മുടെ ലൈബിലിറ്റി ആയിരുന്നു. ഇപ്പോൾ ചെക്ക് കൊടുത്തപ്പോൾ ആ ലൈബിലിറ്റി കുറഞ്ഞു, ഡിക്രീസിങ് ലൈബിലിറ്റി ഡെബിറ്റ്. ക്ലിയർ? സോ എ പേഴ്സൺ റിമിറ്റ്സ് ക്യാഷ് ഡയറക്ട്ലി ഇൻ ടു ബാങ്ക്. നമുക്ക് പൈസ തരാനുള്ള ഒരാൾ നമ്മുടെ കയ്യിൽ തരാതെ നേരിട്ട് ബാങ്കിൽ അടച്ചു. ഞാൻ ആ ബാങ്കിലിട്ടേക്കാം, അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം എന്ന് പറയണം. അപ്പോൾ നമുക്ക് പൈസ തരാനുള്ള ആളെ നമുക്ക് അസറ്റായിട്ട് പരിഗണിക്കാം. ബാങ്കും അസറ്റ്. നമുക്ക് പൈസ തരാനുള്ള ആൾ പൈസ തരുമ്പോൾ അസറ്റ് കുറയുകയാണ്. ഇനി അയാൾ പൈസ തരാനില്ല, ബാങ്കിൽ അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ്. ആ പൈസ ബാങ്കിൽ കിട്ടും. അപ്പോൾ ഇൻക്രീസിങ് അസറ്റ് ഡെബിറ്റ്, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു പേഴ്സൺ അക്കൗണ്ട് ക്രെഡിറ്റ്. ക്ലിയർ? സോ ബാങ്ക് എന്ന് പറയുന്ന അസറ്റിലേക്ക് പൈസ കയറുകയാണ്. സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു പേഴ്സൺ അക്കൗണ്ട്.
ക്ലിയർ? ഓക്കെ. ഈ ജേണൽ എൻട്രി ഫോർ ഓപ്പണിംഗ് ബാങ്ക് അക്കൗണ്ട് വിത്ത് ക്യാഷ്. നമ്മൾ ക്യാഷ് ഉപയോഗിച്ചിട്ട് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. സ്വാഭാവികമായിട്ട് ബാങ്ക് എന്ന് പറഞ്ഞ സെറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എന്ന് പറഞ്ഞ സെറ്റ് ഡിക്രീസ് ചെയ്യുന്നു, ഇൻക്രീസിങ് സെറ്റ് ഡെബിറ്റ്, ഡിക്രീസിങ് സെറ്റ് ക്രെഡിറ്റ്. വെരി ഈസി എൻട്രി. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. ഇത് ജേണൽ എൻട്രി ഫോർ ലോൺ ബോറോഡ് ഫ്രം ബാങ്ക്. നമ്മൾ ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുത്തു. ക്ലിയർ? അപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ പൈസ വരിക. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സെറ്റ് ഇൻക്രീസ് ചെയ്യും, സോ ഇത് ഡെബിറ്റ് ചെയ്യുക. പിന്നെ ലോൺ എന്ന് പറയുന്നത് ലൈബിലിറ്റി നമുക്ക് പുതുതായിട്ട് വരുന്നു. ലൈബിലിറ്റി ഇൻക്രീസിങ് ലൈബിലിറ്റി എന്താണ്? ക്രെഡിറ്റ്. ഓക്കെ. നെക്സ്റ്റ് ജേണൽ എൻട്രി ഫോർ ഫണ്ട് ട്രാൻസ്ഫർ ഫ്രം വൺ ബാങ്ക് ടു അനദർ. അപ്പോൾ ഏത് ബാങ്കിനാണോ ട്രാൻസ്ഫർ ചെയ്യണത് അതിനെ ഡെബിറ്റ് ചെയ്യണം, എങ്ങോട്ടാണോ ട്രാൻസ്ഫർ ചെയ്യണത് അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ. ബാങ്ക് അക്കൗണ്ട് 1 ടു ബാങ്ക് അക്കൗണ്ട് 2. ഇനി നമുക്ക് എന്തെല്ലാം പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ഒന്ന്, ദ ക്യാഷ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് ഓൺ എനി റെസിപ്റ്റ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ഓൺ എനി പേയ്മെന്റ് ഓഫ് ക്യാഷ്. എന്ത് റെസിപ്റ്റ് കിട്ടിയാലും ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. എനി ക്യാഷ് നമ്മൾ കൊടുത്താലും അതിനെന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ ക്യാഷ് കിട്ടുമ്പോൾ ഡെബിറ്റ്, നമ്മൾ പേയ്മെന്റ് എടുക്കുമ്പോൾ ക്രെഡിറ്റ്. ഓൺ ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് അക്കൗണ്ട് as a receiver is debited and the cash account is credited. Similarly, on drawings of cash, reverse entry. നമ്മൾ റിട്ടേൺ എടുക്കുകയാണെങ്കിൽ റിവേഴ്സ് എൻട്രി, അടയ്ക്കുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ എൻട്രി. ഇനി when payment is made by a check, bank account is credited. ചെക്ക് ഉപയോഗിച്ച് നമ്മൾ പേയ്മെന്റ് നടത്തുമ്പോൾ ബാങ്ക് അക്കൗണ്ടിന് എപ്പോഴും എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. When a check is received, then the following points should be considered while recording. On same day deposit of such a check, bank account is debited. നമ്മൾ ആ ദിവസം തന്നെ ചെക്ക് കൊണ്ട് ബാങ്കിൽ ഇട്ടാൽ ബാങ്ക് അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. On same day deposit of such a check, the cash account is debited on the receipt of such a check. നമ്മൾ അത് ചെക്ക് കിട്ടുമ്പോൾ എന്ത് ചെയ്യണം? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു എന്താണ്? പേഴ്സൻ്റെ പേര് എഴുതണം. ദെൻ നമ്മൾ ചെക്ക് ബാങ്കിൽ കൊണ്ടിടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് എഴുതണം. അപ്പോൾ ആക്ച്വലി അവിടെ ക്യാഷ് ഗെറ്റ് ക്യാൻസൽ, ദ ഓൺലി വൺ ജേണൽ എൻട്രി ഈസ് ബാങ്ക് അക്കൗണ്ട് ടു കസ്റ്റമർ അക്കൗണ്ട്. അങ്ങനെയാണ് വരിക ആക്ച്വലി. ഇനി അത് ഡിസോണർ ആണെങ്കിൽ തിരിച്ചിടണം, അതായത് കസ്റ്റമർ അക്കൗണ്ട് ടു ബാങ്ക്. On dishonor of check, the following points should be considered while recording this. On dishonor of received or issued a check, a reverse entry is made. On dishonor of received check, if the bank charges some amount, personal account of check giver is debited and bank account is credited including bank charges. ഒരു ചെക്ക് എന്ന് പറയുന്നത് എന്താണ്? ഡിസോണറൊക്കെ മടങ്ങിപ്പോയി, അപ്പോൾ ബാങ്കിൻ്റെ നഷ്ടമായി. ഇപ്പോൾ ബാങ്കിൻ്റെ കുറച്ച് പൈസ ചാർജ് ചെയ്യും. അങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ പേഴ്സണൽ അക്കൗണ്ട് ഓഫ് ചെക്ക് ഗീവർ, ആരാണോ നമുക്ക് ചെക്ക് തന്നത് അയാൾ ഡെബിറ്റ് ചെയ്യണം, ബാങ്കിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം ആ ചാർജ് ഉൾപ്പെടെ. ചെക്ക് ഡിസോണർ ചെയ്യുന്ന എൻട്രിയാണ് ഇവിടെ വേണ്ടത്. പക്ഷേ ആ ബാങ്ക് എന്ത് ചാർജാണോ ചോദിക്കുക, 10,000 രൂപ ചെക്ക് നമുക്ക് തന്നു, ബാങ്കിൽ നമ്മൾ കൊണ്ടുപോയിട്ടു, പക്ഷെ പൈസയില്ല മടങ്ങി. ഇപ്പോൾ ബാങ്ക് ഒരു 100 രൂപ ചാർജ് ചെയ്തു. അപ്പോൾ നമുക്ക് തരാനുള്ള ആൾ അതും കൂടി നമുക്ക് തരണം. അപ്പോൾ നമ്മൾ അയാളുടെ പേരിൽ അക്കൗണ്ട്, അത് കസ്റ്റമർ അക്കൗണ്ട് ഡെബിറ്റ് എന്താണ്? 10,100 ടു ബാങ്ക് അക്കൗണ്ട് 10,100. അങ്ങനെ ജേണൽ എൻട്രി ഇടണം. പക്ഷേ ഇങ്ങനെയല്ല, നമ്മൾ ചെക്ക് കൊടുക്കാനുള്ള കേസ് ഇങ്ങനെയല്ല. On dishonor of issued check, if the bank charges some amount, then bank charges account is debited separately and bank account is credited with the same amount. എന്നാൽ നമ്മൾ ഒരാൾക്ക് ചെക്ക് കൊടുത്തു, സപ്പോസ് നമ്മൾ 10,000 രൂപയുടെ ചെക്ക് ഒരാൾക്ക് കൊടുത്തു, അത് ഡിസോണർ ആയിപ്പോയി. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ്? നമ്മൾ ചെക്ക് കൊടുക്കുമ്പോൾ എൻട്രി എന്താണ്? അയാൾക്ക് നമ്മൾ പൈസ കൊടുക്കാനായിരുന്നു, ലൈബിലിറ്റി ആയിരുന്നു അല്ലേ? നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ കുറഞ്ഞു. അപ്പോൾ നമ്മൾ അയാളുടെ പേരിൽ പേഴ്സൺസ് അക്കൗണ്ട് ടു ബാങ്ക്, ഇതാണ് ചെയ്യുക. എന്നാൽ ചെക്ക് ഡിസോണറായി തിരിച്ചിടണം, ബാങ്ക് അക്കൗണ്ട് ടു എന്താണ്? പേഴ്സണിന് തിരിച്ചിടണം. പക്ഷേ ബാങ്ക് എന്ത് ചെയ്യും? ചാർജ് ചെയ്യും. ചാർജ് ചെയ്യുമ്പോൾ ആ ബാങ്ക് ചാർജസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. മനസ്സിലായോ? ബാങ്ക് ചാർജസ് അക്കൗണ്ട് ഡെബിറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കാണിക്കണം. ഓക്കെ. അപ്പോൾ ബാങ്ക് ചാർജ് എങ്ങനെയാണ് ഡെബിറ്റ് ചെയ്യണമെന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടതാണ്. സോ ബാങ്ക് സർവീസ് ചാർജ് അക്കൗണ്ട് ടു ബാങ്ക് എന്ന് പറയുന്ന ജേണൽ എൻട്രി നമ്മൾ ഉപയോഗിക്കാം. ഇത്തരം പോയിന്റുകൾ വെച്ചിട്ട് വേണം നമ്മൾ ബാങ്കിങ് ട്രാൻസാക്ഷനെ പരിഗണിക്കാൻ. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാനുള്ളത് നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട്, അതുപോലെ ഓപ്പണിംഗ് എൻട്രി, ക്ലോസിംഗ് എൻട്രി, ഇത്രയും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ചാനൽ എൻട്രി എന്ന് പറയുന്ന സെക്ഷൻ കഴിയും. ഓക്കെ. സോ പ്ലീസ് വിസിറ്റ് നെക്സ്റ്റ് പാർട്ട് 16. Study more, join, send email to